നിങ്ങൾ കമൻറ്റ് ഇടുമോ? നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വിലപ്പെടുത്താന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളെ കമൻറ്റ് പ്രകാരം ഇന്ന് ഈ കോഴിനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ കോഴി എനിക്കൊരു വിഷയമായിരുന്നു, പക്ഷേ എങ്കിലും ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പെർഫെക്റ്റ് ആയിട്ടൊന്നും ഞാൻ ഒരിക്കലും അഭിപ്രായം പറയില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് വേണം ഇതിന് ഞാൻ പറയുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലൊരു കോഴിയുടെ സംസ്ഥാന സമ്മേളനം ഉള്ളതുകൊണ്ട് ഈ കോഴിയുടെ റെഫറൻസ് എടുക്കാൻ എനിക്ക് എവിടേക്കും നോക്കേണ്ട ആവശ്യമില്ല. ആ കോഴികളെ മാത്രം നേരം നോക്കിയിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ ആ കോഴികളൊക്കെ നോക്കിയിട്ട് ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് രൂപം ഉണ്ടാക്കി. രൂപം പഠിച്ചാൽ മാത്രം പോരല്ലോ, അതിൻ്റെ ബാക്കിയുള്ള അവയവങ്ങളും വേണ്ടേ. അതിനായിട്ടൊരു സൈഡിലുള്ള ചിറക് സെറ്റ് ചെയ്തതാണ്. പക്ഷേ കോഴിക്കൊരു നൃത്തം ഉണ്ടായിരുന്നില്ല ആദ്യം. പിന്നെ കോഴി അവസാനം എവിടേക്കോ ഒരു പ്രാവിൻ്റെ കട്ടിലേക്ക് പോയി എന്നൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ട്. പക്ഷേ ലാസ്റ്റ് ഞാൻ ഇതിനെ കുറച്ച് പൂവും പൂടൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കോഴിക്ക് ഞാൻ കാലൊന്നും വെക്കുന്നില്ല. അത് എന്നെ സംബന്ധിച്ച് വളരെ റിസ്ക്കുള്ളൊരു കാര്യമാണ്. കാലിലൊക്കെ നിർത്തണമെങ്കിൽ കമ്പിയൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ കാല് വെച്ചിട്ടില്ല. അതുകൊണ്ട് കാലില്ലാത്ത കോഴിയാണിത്. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കാലില്ലാത്ത കോഴിയൊക്കെ വെച്ചിട്ട്. പിന്നെ രണ്ട് സൈഡിലും ചിറകൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് അവരുടെ പൂവില്ലേ, മറ്റേ കഴുത്തിൻ്റെ അടിയിലും തലയുടെ അടിയിലും തലയുടെ മുകളിലും വരുന്നത്, അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്ലേയിൽ എത്ര തന്നെ വർക്ക് ചെയ്താലും അവസാനം കുറച്ച് വെള്ളം വെച്ചിട്ടുള്ള ടച്ചപ്പ് ചെയ്താലാണ് ക്ലേ ഒന്ന് വൃത്തിയായിട്ട് തോന്നുള്ളൂ, എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചിറക് സെറ്റ് ചെയ്തൊക്കെ എടുത്തു. പക്ഷേ ലാസ്റ്റുള്ള ഈ ടച്ചപ്പിൽ ആ വരയൊക്കെ കണ്ട് പോയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ആ പൂവും ചാടിപ്പോന്നു. അപ്പോൾ ഇനി വീണ്ടും ഇതൊക്കെ സെറ്റാക്കി കൊടുത്തിട്ട് പിന്നെ വെള്ളം വെച്ചൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിനുശേഷം വീണ്ടും ചിറകിന് കുറച്ച് വര ഇട്ട് കൊടുത്തു. പിന്നെ ലാസ്റ്റുള്ള മറ്റേ ബാക്കിലുള്ള സാധനത്തിന് എന്താ പേര് പറയുന്നതൊക്കെ അറിയില്ല, അതുകൊണ്ട് ഞാൻ ആ സാധനത്തിന് കുറച്ച് വരയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഈ ഒരു ബ്രഷ് നമുക്ക് കൈയിനേക്കാളും യൂസ് ചെയ്യാൻ എളുപ്പമുള്ളത് ബ്രഷാണ് കേട്ടോ. കയ്യിൽ ഒന്നാമത് ചളി ഉണ്ടാവും, അതിന് പുറമെ ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഒരു ഫിനിഷിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൈ ഉരച്ച ശേഷം പിന്നെ ബ്രഷ് വെച്ചിട്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോഴി ഏകദേശം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ കണ്ണൊന്നും ഞാൻ ഇപ്പോൾ വരച്ചെടുക്കണില്ല, കൊക്ക് മാത്രം വെച്ചെടുത്തിട്ടുണ്ട്. കണ്ണ് നമുക്ക് പെയിൻറ്റ് വെച്ചിട്ട് വരക്കാമെന്നുള്ളത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ കോഴി ഇങ്ങനെയൊക്കെ തന്നെ. ഇനി നിങ്ങളെ കോഴി ഇങ്ങനെയൊക്കെയാണോ, നിങ്ങൾ ഉദ്ദേശിച്ച് ഇങ്ങനെയൊക്കെയാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തുടങ്ങിയതിന് ശേഷം ഇതിന് പെയിൻറ്റ് അടിച്ചിട്ട് കാണിക്കാം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഫൈനൽ ലുക്ക് കണ്ടു നോക്കുക.